നാരായണീയം ദശകം 56 കാളീയ ഗർവശമനവും ഭഗവത് അനുഗ്രഹവും. മനുഷ്യൻ്റെ മനസ്സിലെ തിന്മകളാകുന്ന കാളിയനെ തകർത്ത് അടിച്ചമർത്തുന്നു ഭഗവാൻ. അതായത് മനുഷ്യ മനസ്സിലെ തിന്മയും അഹങ്കാരവും ദുരിതാനുഭവങ്ങളിലൂടെ ശമിക്കുന്നു. അപ്പോൾ അവൻ സർവം സമർപ്പിച്ച് ഭഗവത് പാദത്തെ ആശ്രയിക്കുന്നു. എത്ര ദുഷ്ടനാണെങ്കിലും കുറ്റബോധത്താൽ മാപ്പ് അപേക്ഷിച്ച് അഭയം പ്രാപിക്കുന്ന ഭക്തനെ ഭഗവാൻ സർവവും മറന്ന് അനുഗ്രഹിക്കുന്നു. അതാണ് കരുണാമൂർത്തിയായ ഭഗവാൻ. നമ്മളിവിടെ നാരായണീയത്തിലെ 56-ാം ദശകത്തിൽ അഹങ്കാരിയും ദുഷ്ടനുമായ കാളിയൻ്റെ ഗർവശമനവും പിന്നീട് അഭയം പ്രാപിച്ച കാളിയനെ അനുഗ്രഹിച്ച് സുഖമായി ജീവിക്കാൻ പറഞ്ഞയക്കുന്നതുമാണ് വിവരിച്ചിട്ടുള്ളത്. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. രുചിര കമ്പിത കുണ്ടല മണ്ഡല സുചിരമീശനർത്തിത പന്നഗേ അമരതാഠിത ദുന്ദുഭി സുന്ദരം വിയതി ഗായതി ദൈവത യൗവതേ. നമതി യദ്യതമുഷ്യ ശിരോഹരേ പരിവിഹായ തദുന്നതമുന്നതം പരിമഥൻ പദപങ്കരുഹാചിരം വ്യഹരധാകരതാളമനോഹരം. ത്വദവ ഭഗ്ന വിഭുഗ്ന ഭണാഗണേ ഗളിത ശോണിത ശോണിത പാദസി ഭണിപദാവസീദതി സന്നതാസ്തദബലാസ്തവ മാധവ പാദയോ. അയി പുരൈവ ചിരായ പരിശ്രുത ത്വദനുഭാവ വിലീന ഹൃദോഹിത മുനിഭിരപ്യനവാപ്യ പദൈസ്തവൈർനുനുപുരീശ ഭവന്തമയന്ത്രിതം. ഭണിവധൂഗണ ഭക്തി വിലോകന പ്രവികസത്കരുണാകുല ചേതസ ഭണിപതിർഭവതാച്യുത ജീവതസ്ത്വയി സമർപ്പിതമൂർത്തിരവാനമത്. രമണകം വ്രജവാരിധി മധ്യഗം ഭണിരിപൂർണകരോതി വിരോധിതാം. ഇതി ഭവദ്വചനാന്യതിമാനയൻ ഭണിപതിർനിരഗാതുരഗൈ സമം. ഭണിവധൂജനദത്തമണിവ്രജ ജ്വലിതഹാരതുകൂല വിഭൂഷിത തടഗതൈ പ്രമദാശ്രുവിമിശ്രിതൈ സമഗധാ സ്വജനൈർദിവസാവധൗ. നിശി പുനസ്തമസാ വ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോത്കരേ. സ്വപതി തത്ര ഭവച്ചരണാശ്രയേ ദവകൃശാനുരരുന്ധ സമന്ദദ. പ്രബുദ്ധിതാനധ പാലയ പാലയേ ഉദയദാർത്തരവാൻ പശുപാലകാൻ. അവിതുമാശുപപാദമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം. ശിഖിനി വർണ്ണത ഏവ ഹി പീതത പരിലസത്യധുനാ ക്രിയയാപ്യസൗ. ഇതി നുത പശുപൈർമുദിതൈർവിഭോ ഹര ഹരേ ദുരിതൈ സഹ മേഘദാൻ. അർത്ഥം: രുചിര കമ്പിത കുണ്ടല മണ്ഡല സുചിരമീശനനർത്തിത പന്നഗേ അമരതാഠിത ദുന്ദുഭി സുന്ദരം വിയതി ഗായതി ദൈവത യൗവതേ. ദേവകളാകുന്ന യുവതീജനം ദേവന്മാർ മുഴക്കുന്ന പെരുമ്പറയുടെ താളത്തിനൊത്ത് മനോഹരമായി പാടിക്കൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ തൻ്റെ കുണ്ടലങ്ങൾ കിലുങ്ങുമാറ് ആ താളത്തിനൊത്ത് കാളിയൻ്റെ ഭണങ്ങളിൽ വളരെ നേരം നൃത്തം ചെയ്തു. നമതി യദ്യതമുഷ്യ ശിരോഹരേ പരിവിഹായ തദുന്നതമുന്നതം പരിമഥൻ പദപങ്കരുഹാചിരം വ്യഹരഥ കരതാളമനോഹരം. ദുഷ്ടനിഗ്രഹത്തിൽ തത്പരനായ അങ്ങ് കാളിയൻ്റെ തളർന്ന് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ഭണവും ഉപേക്ഷിച്ച്
ഉയർന്നു പൊങ്ങി നിൽക്കുന്ന മറ്റു ഭണങ്ങളിലും താളത്തിൽ തൻ്റെ പാതാരവിന്ദങ്ങളാൽ നൃത്തം ചവിട്ടി ആ ഭണങ്ങളും തളർത്തിക്കൊണ്ട് ഏറെ നേരം നൃത്തം ചെയ്തു. ത്വദവ ഭഗ്ന വിഭുഗ്ന ഭണാഗണേ ഗളിത ശോണിത ശോണിത പാദസി ഭണിപതാവസീദതി സന്നതാസ്തദബലാസ്തവ മാധവ പാദയോ. അല്ലയോ മാധവ, സർപ്പേന്ദ്രനായ കാളിയൻ അങ്ങയുടെ പാദങ്ങളുടെ മർദ്ദനത്താൽ ഭണങ്ങളെല്ലാം ഒടിഞ്ഞു മടങ്ങി രക്തം ഛർദ്ദിച്ച് കാളിന്തിയിലെ ജലമെല്ലാം ചുവപ്പ് നിറമായി മാറി. അങ്ങനെ കാളിയൻ തളർന്നു വീണപ്പോൾ കാളിയൻ്റെ പത്നിമാർ ഭഗവാന്റെ കാൽക്കൽ കണ്ണീരോടെ വീണു വണങ്ങി. അയിപുരൈവ ചിരായ പരിശ്രുത ത്വദനുഭാവവിലീനഹൃദോഹിത മുനിഭിരപ്യനവാപ്യ പഥൈസ്തവൈർനുനുവുരീശ ഭവന്തമയന്ത്രിതം. ഭഗവാനെ, അങ്ങയുടെ അത്ഭുതകരമായ മഹാത്മ്യങ്ങൾ പണ്ടുമുതലേ കേട്ടറിഞ്ഞിട്ടുള്ള കാളിയ പത്നിമാർ മുനിമാർക്കു പോലും അപ്രാപ്യമായ സ്തോത്രങ്ങളാൽ ഭഗവാനെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരുന്നു. ഭണിവധൂഗണ ഭക്തിവിലോകന പ്രവികസത് കരുണാകുല ചേതസ ഭണിപതിർഭവദാച്യുത ജീവതസ്ത്വയി സമർപ്പിതമൂർത്തിരവാനമത്. കാളിയ പത്നിമാരുടെ ഭക്തിയിൽ കാരുണ്യം തോന്നിയ ഭഗവാൻ കാളിയന് ജീവൻ തിരിച്ചു നൽകി. ജീവൻ ലഭിച്ച കാളിയൻ നിന്തിരുവടിയെ സർവം സമർപ്പിച്ച് നമസ്കരിച്ചു. രമണകം വ്രജവാരിധി മധ്യകം ഭണിരി പൂർണ്ണകരോതി വിരോധിതാം ഇതി ഭവദ്വജനാന്യതി മാനയൻ ഭണിപതിർനിരഗാതുരഗൈസമം. നീ സമുദ്രമധ്യത്തിലുള്ള രമണക ദ്വീപിലേക്ക് പോയിക്കൊള്ളുക. എൻ്റെ പാദസ്പർശനമേറ്റതുകൊണ്ട് ഇനിമേൽ ഗരുഡൻ നിന്നോട് വിരോധം കാണിക്കുകയില്ല എന്നുള്ള ഭഗവാന്റെ വചനത്തെ ബഹുമാനപൂർവം അനുസരിച്ചുകൊണ്ട് കാളിയൻ മറ്റു സർപ്പങ്ങളോടൊപ്പം അവിടെ നിന്നും യാത്രയായി. ഭണിവധൂജന ദത്തമണിവ്രജ ജ്വലിതഹാരദുകൂല വിഭൂഷിത തടഗതൈ പ്രമദാശ്രുവിമിശ്രിതൈ സമഗത സ്വജനൈർദിവസാവധൗ. കാളിയൻ്റെ പത്നിമാർ അത്യധികം സന്തോഷത്തോടെ സമ്മാനിച്ച അനേകം രത്നങ്ങളും ശോഭയേറിയ മുത്തുകളും പവിഴങ്ങളും പട്ടുവസ്ത്രങ്ങളും അണിഞ്ഞ് ആ സന്ധ്യാവേളയിൽ നദീതീരത്ത് ആനന്ദാശ്രുക്കളോടെ തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ബന്ധുക്കളോടും ജനങ്ങളോടും ഭഗവാൻ ചേർന്നു. നിശി പുനസ്തമസാവ്രജ മന്ദിരം വ്രജിതുമക്ഷമ ഏവ ജനോത്കരേ സ്വപതി തത്ര ഭവച്ചരണാശ്രയേ ദവകൃശാനുരരുന്ധ സമന്തത. പിന്നീട് അവിടെ കൂടി നിന്നിരുന്നവരെല്ലാം ഇരുട്ടു പരന്നു തുടങ്ങിയതിനാൽ അമ്പാടിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാതെ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച് നദീതീരത്തു തന്നെ കിടന്നുറങ്ങി. അപ്പോൾ അതിനു ചുറ്റുമായി അതിഭയങ്കരമായ കാട്ടുതീ പടർന്നു പിടിച്ചു. പ്രബുദ്ധിദാനത പാലയ പാലയേത് ഉദയദാർത്തരവാൻ പശുപാലകാൻ അവിതുമാശുപപാതമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം. ഞെട്ടിയുണർന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്നുള്ള ജനങ്ങളുടെ നിലവിളി കേട്ട് ഭഗവാൻ ക്ഷണനേരം കൊണ്ട് ആ കാട്ടുതീ അപ്പാടെ വിഴുങ്ങി. അതിൽ എന്ത് ആശ്ചര്യമാണുള്ളത്! എന്തെന്നാൽ അഗ്നി ഭഗവാന്റെ തന്നെ മുഖമാണല്ലോ. ശിഖിനി വർണ്ണത ഏവ ഹി പീതത പരിലസത്യധുനാ ക്രിയയാപ്യസൗ ഇതിനുത പശുപൈർമുദിതൈർവിഭോ ഹരഹരേ ദുരിതൈ സഹമേഗതാൻ. മഞ്ഞ നിറം അഥവാ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറം ഉള്ളതുകൊണ്ട് അഗ്നിക്ക് പീതം എന്നു പര്യായമുണ്ട്. ഭഗവാനാൽ പാനം ചെയ്യപ്പെട്ടതുകൊണ്ട് അഗ്നിയുടെ പീതത്വം കൂടുതൽ ശോഭയുള്ളതായി തീർന്നു. അങ്ങനെ ജനങ്ങളെയെല്ലാം എല്ലാ ആപത്തിൽ നിന്നും രക്ഷിച്ച് പരിപാലിച്ച ഭഗവാനെ പലവിധ സ്തുതികളാൽ ജനങ്ങൾ പ്രകീർത്തിച്ചു. അങ്ങനെയുള്ള ഭഗവാനെ, എൻ്റെ എല്ലാ പാപങ്ങളും രോഗങ്ങളും ഇല്ലാതാക്കി തരണമേ. നാരായണ അഖില ഗുരോ ഭഗവൻ